നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കണം. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കണം. ഇന്നിവിടെ നല്ല തണുപ്പാട്ട. തണുപ്പ് മാത്രമല്ല, നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും പഴയതുപോലെയൊക്കെ തന്നെ പോകണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ നമ്മൾ ഒരു ചിക്കൻ കറിയുടെ ഒരു റെസിപ്പിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള, നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ചിക്കൻ കറി കേട്ടോ. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറി കേട്ടോ. അത് നിങ്ങൾ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ചിക്കൻ കറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിൽ വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ മിയാ കിച്ചണിൽ കുക്കറിൽ വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്ന ചിക്കൻ കറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഇതായിരുന്നാലും ഒരുപാട് വലിയ പണിയൊന്നും ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ പീസുകൾ ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട് നീക്കി കിട്ടിയിട്ടാ. പിന്നെ നമുക്ക് ഇതിലേക്ക് സവോള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മുഴുവനായിട്ടുള്ള ഗരം മസാല, പിന്നെ മസാലപ്പൊടി, പിന്നെ സാധാരണ നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. പിന്നെ ഇതിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയല്ല ചേർക്കുന്നത്, അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ സാധനം കൂടി ചേർക്കുന്നുണ്ട്, കസൂരി മെത്തി. അതും കൂടി ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ അത്രയ്ക്ക് സാധനങ്ങളൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ കട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ ഞാനിവിടെ അതാ ഇതേപോലത്തെ 2 സവാള എടുത്തിട്ടുണ്ട്. അതിന് ഒരുപാട് വലിയ സവാളയല്ല കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വലിയ വെളുത്തുള്ളി കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഒരു അത്യാവശ്യം നല്ല വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ നമുക്ക് മുഴുവനായിട്ടുള്ള ഗരം മസാല നമുക്ക് ഫസ്റ്റ് നമ്മൾ ഓയിലിട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മരിച്ചിട്ട് എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തക്കോലം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഒരു 10 കറിയാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു നുള്ള് ഉലുവയുണ്ടല്ലോ, ഉലുവയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉലുവ ചേർക്കാറില്ല. ഉലുവയും കൂടി ചേർത്തിട്ട് റെഡിയാക്കിയിട്ട് നോക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ഒരുപാട് ചേർക്കരുത്, ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി. അപ്പം ഈ മുഴുവനായിട്ടുള്ള മസാലകളെല്ലാം കൂടിയിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ചതച്ചിട്ട് എടുക്കുക, പൊടിക്കണ്ട. അപ്പം ഞാനിവിടെ ഒരു അമ്മിക്കല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് ഉലുവേട്ട, അത് നമ്മളിങ്ങനെ എടുത്തിട്ട് കയ്യിൽ നമ്മളിങ്ങനെ എടുക്കില്ലേ, ഒരു നുള്ള് അത്രയ്ക്ക് മതി കേട്ടാ. ഒരു നുള്ള് ഉലുവ, പിന്നെ നമ്മൾ പറഞ്ഞ മുളകത്തെ പൊടിയുള്ള മസാലകൾ. ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് നമുക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടും. ഈ കല്ല് കാണുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് മിക്കവരും ചോദിക്കാറുണ്ട്, ഞാൻ എവിടെ നിന്നാണ് കല്ല് കാണുന്നില്ലേ? ഓക്കെ, എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്. ഇവിടെ നിന്ന് കേട്ടോ വാങ്ങിച്ചത്. ഓൺലൈനിലൊക്കെ കിട്ടും ഈ കല്ല്, നല്ലതാണ്. ഇതിനകത്താണ് ഞാൻ ഈ മസാലയൊക്കെ ഞാൻ എപ്പോഴും പൊടിച്ചിട്ട് എടുക്കുന്നത്. ഇതിനകത്ത് കുറേശ്ശേക്ക് എടുക്കുമ്പോഴേ നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കൂടുതൽ ഞാൻ ഈ സാധനം, ഈ കല്ല് ഞാൻ എടുക്കുന്നത് കുരുമുളക് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ എടുക്കുന്നത്. കാരണം കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മണമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഫ്രഷായിട്ട് പൊടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കല്ല് എപ്പോഴും ഞാൻ എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, ആ ചതച്ചപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു ഇച്ചിരി പൊടി ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഓയിലിലേക്ക് ഇടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ അടുത്തത് നമ്മുടെ കറിയിലേക്കുള്ള സവോളയും സാധനങ്ങളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ ഞാനിതിലേക്ക് സവോളയും പിന്നെ ഇഞ്ചിയും എല്ലാവരും നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ കറിയിലേക്ക് ചേർക്കുന്നത്. ഇഞ്ചി അത്യാവശ്യം നല്ലൊരു വലിയ കഷ്ണം എടുക്കണം കേട്ടോ. കാരണം നോൺ വെജൊക്കെ വയ്ക്കുമ്പോൾ ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. ഇഞ്ചിയുടെ നല്ലൊരു ഫ്ലേവർ നോൺ വെജിന് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ ഇഞ്ചി ചേർക്കില്ലല്ലോ. ഇഞ്ചി ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു
നോൺ വെജിൻ്റെ ടേസ്റ്റ് വരും എന്നാണ് പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഇഞ്ചി ഇടാത്തത്. അപ്പോൾ നമ്മൾ നോൺ വെജൊക്കെ വെക്കുമ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് നല്ലതാണ്. പിന്നെ അത് കുക്കറിലിട്ടിട്ട് നമുക്ക് ഒരു 2 വിസിലടിച്ചാൽ മതി, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഈ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ഒരു സമയം മാത്രമേ നമുക്ക് കൂടുതൽ എടുക്കുള്ളൂ. അത് നിങ്ങൾ നേരത്തെ കൂട്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി. നല്ല നെരുന്ന് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. കാരണം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ നന്നായിട്ട് നമ്മൾ മൊരിക്കും, വഴറ്റിയിട്ടല്ല എടുക്കണത്. അപ്പോൾ അതിനെ ഈ സവോളയും കൂടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട്, ഞാൻ സാധാരണ സവോള കട്ട് ചെയ്യുമ്പോൾ കണ്ണടച്ചിട്ടാണ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണിന് ഭയങ്കരമായിട്ട് വെള്ളം വരുള്ളൂ. ഇവിടുത്തെ സവാളയും എനിക്ക് നാട്ടിലെ സവാളയേക്കാളും ഭയങ്കര എരിച്ചിൽ കൂടുതലാണ് കട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം നമ്മളെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കൈ കഴിട്ട് വരാം, അല്ലെങ്കിൽ പിന്നെയും ഈ സവാളയുടെ എരിച്ചിൽ വരും. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ കുക്കറിലാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. കുക്കർ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇത് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലായിട്ട് ഉണ്ടാക്കുന്നത്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളൊന്ന് ചതച്ച് വെച്ചേക്കണ നമ്മുടെ മുഴുവനായിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ചേർക്കണം കേട്ടോ. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ മസാല ഇടട്ടെ. ഇതിനകത്ത് കുറച്ച് പൊടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അതിന് മുമ്പായിട്ട് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില നന്നായിട്ടൊന്ന് മൊരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഈ സവാള ചേർത്ത് കഴിയുമ്പോഴേ ഈ കറിവേപ്പില അങ്ങോട്ട് മൊരിയില്ല. ആ കറിവേപ്പില മൊരിഞ്ഞ ഒരു നല്ലൊരു സ്മെല്ലും, പിന്നെ നമ്മുടെ ആ ഗരം മസാല നമ്മൾ പൊടിച്ചിട്ട് ചേർത്തുണ്ടല്ലോ, അതും അങ്ങോട്ട് മൊരിഞ്ഞിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് കൂട്ടിയിട്ടാവുമ്പോൾ നമ്മുടെ കറിക്കൊക്കെ ആയിരുന്നാലും നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കറി റെഡി ആവുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഈ സവാളയും ഇതൊക്കെ ചേർക്കട്ടെ. അയ്യോ, പച്ചമുളക് കട്ട് ചെയ്തിട്ടിടണം. ഈ സവാളയൊക്കെ മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവണം കേട്ടോ. വഴറ്റിയിട്ടല്ല നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഈ മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കില്ല. അത് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ഇടാനല്ല ചെയ്യുന്നത്. നമ്മൾ കുറച്ച് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കറി റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ കറിക്ക് ആയിരുന്നാലും നല്ലൊരു കളറൊക്കെ ഉണ്ടാവും. പിന്നെ ആ മസാലപ്പൊടികളൊക്കെ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ സാധാരണ ഈ ബാച്ചിലേഴ്സൊക്കെ അല്ലെങ്കിൽ ഇപ്പം പാചകം ചെയ്ത് അധികം പരിചയമില്ലാത്തവരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും പറയുന്ന ഒരു പരാതിയാണ് ഈ മസാലപ്പൊടികളൊക്കെ ഇടുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകണം. അപ്പോൾ അതുകൊണ്ട് കറിക്ക് കയ്പ്പ് രസം വരണമെന്നൊക്കെ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചേർക്കുമ്പോൾ ഒരു പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ചേർക്കാം. അപ്പോൾ അങ്ങനെ മസാല അങ്ങനെ മൊരിയുകയും ചെയ്യില്ല. ആ മസാല മൊരിഞ്ഞ് വരാൻ വേണ്ടി ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെ മുളക് പൊടിയൊക്കെ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൊരിഞ്ഞിട്ട് വരുമ്പോൾ കറിക്ക് വരുന്നാലും നല്ലൊരു കളറുണ്ടാവും. അപ്പോൾ അതുകൂടി ഇന്നിട്ട് മൊരിയട്ടെ. അപ്പോൾ നമുക്ക് മസാലപ്പൊടികൾ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്. മഞ്ഞൾപ്പൊടി നമുക്കൊരു 3/4 ടേബിൾ സ്പൂൺ കേട്ടോ, 3/4 ടേബിൾ സ്പൂൺ. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഇങ്ങനെ ടേബിൾ സ്പൂണിൽ നമ്മളിങ്ങനെ കുമ്പാരം പോലെ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മൾ കുറച്ച് ചാറിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇതേപോലെ ഇങ്ങനെ കുമ്പാരം പോലെ എടുക്കണം കേട്ടോ. നല്ല നമ്മുടെ കറിക്ക് കൊഴുപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ നമ്മുടെ മെഷറിംഗ് സ്പൂണിൽ നമ്മൾ വടിച്ചിട്ടുള്ള അളവ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ.
പിന്നെ മുളക് പൊടി നിങ്ങൾ ഞാനിതിലേക്ക് 2 മുളക് പൊടി ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മുടെ പിരിയമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടി ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട്. കാരണം ഇതിന് നല്ല എരിവുള്ള മുളക് പൊടിയുണ്ട്. പിന്നെ പിരിയമുളകിൻ്റെ പൊടിയിട്ട് ഇതിന് തീരെ എരിവുണ്ടാവില്ല, അത് നമ്മുടെ ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ അത് ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ കറിക്ക് വേറെ സെപ്പറേറ്റ് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ടോ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളമായിട്ടാണ് ഒഴിക്കുന്നത്. നല്ല കട്ടിയായിട്ടല്ല മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടത്. കുറച്ച് ചെറുതായിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. എന്നാലും ഇതിന് ഈ ഓയിൽ കിടന്നിട്ട് ഈ മസാലപ്പൊടിക്ക് ഒന്ന് നന്നായിട്ട് മുരിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കുറച്ച് വയ്ക്കട്ടെ. അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് വെള്ളം പോലെയാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ പേസ്റ്റ് ചേർക്കാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ എടുക്കണം കേട്ടോ. ഈ മസാല ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ നോക്കിക്കേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ നോക്കിക്കേ. നമ്മൾ പൊടിയാണ് ഇട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത്രയ്ക്ക് ഇങ്ങനെ ഒരു കൊഴുപ്പിൽ കിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചേർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട്. ഇത് മുരിഞ്ഞ് വരട്ടെ. ഇതിനകത്ത് ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇതൊന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റിൻ്റെ അടുത്ത് എടുക്കും കേട്ടോ. അത് നോക്കിക്കേ. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തൈര് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ല പുളിയുള്ള തൈരാട്ടോ. കാരണം പുളിയില്ലാത്ത തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കണം. ഇത് നമ്മളിവിടെ വീട്ടിൽ ഉറവൊഴിച്ച തൈരാട്ടോ. അപ്പോൾ ഇതിവിടെ ഞാനൊരു ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ 1 2 നാട്ടിലെ തൈര് ഒഴിക്കുന്ന പുളി ഉണ്ടല്ലോ, അങ്ങനത്തെ നല്ല പുളിയുണ്ട്. അപ്പോൾ ഈ തൈര് കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. ഇത്രയ്ക്ക് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഒരു 3/4 ഭാഗം നമുക്ക് ഇപ്പോൾ ചേർക്കാം. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ടൊന്നിടുക. കസൂരി മേത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവയുടെ ഇല ഉണക്കി എടുത്തതാട്ടോ. ഇതിന് നല്ലൊരു മണം ഉണ്ടാവും. മണം മാത്രമല്ല നല്ലൊരു ഫ്ലേവറുണ്ട്. അത് പറഞ്ഞിട്ട് ഉലുവ എടുത്തിട്ട് കേട്ടോ. ഉലുവയുടെയും ഇതിൻ്റെയും ടേസ്റ്റിന് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതിന് കയ്പുണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ചേർക്കാണ്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കണേന്ന് പറഞ്ഞില്ലേ. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നോക്കിക്കേ, ആ മസാലയൊക്കെ നമ്മുടെ ചിക്കൻ്റെ പീസിലേക്ക് നന്നായിട്ട് പിടിച്ചേക്കുന്നുണ്ട്. അത് നമ്മൾ മറ്റേത് പൊടിയായിട്ടാണ് നമ്മൾ ചേർക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് നന്നായിട്ട് ഇതുമ്പോൾ പിടിക്കില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. വെള്ളം ചേർക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം ചേർക്കാം. അത് നിങ്ങളുടെ കറിക്ക് നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ഗരം മസാല ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇപ്പോൾ അത്രയ്ക്ക് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് കറി റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കി നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുക്കർ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വിസിലടിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് ആ മസാലയൊന്നും ശരിക്കും കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കറിൽ നിന്ന് ഒരു 2 വിസിൽ വരണം കേട്ടോ.
വലിയ ബർണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒന്നും കൂടി ഒന്ന് കുറച്ച് വെക്കുക. കാരണം പെട്ടെന്ന് അങ്ങോട്ട് വിസിലടിപ്പിക്കരുത്. അപ്പോൾ ഇനി നമ്മുടെ കുക്കറിൽ നിന്ന് വിസിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. Aspen, Aspen, Aspen. Aspen. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ 2 വിസിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം മുഴുവനും പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഞാനൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കർ തുറന്നാൽ മതി. ഇപ്പോൾ തിരക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീം ഫുള്ള് പോയി കഴിഞ്ഞിട്ട് തുറന്നാലും കുഴപ്പമില്ല. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ചിക്കനൊക്കെ ആയിരുന്നാലും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചാറായിരുന്നാലും നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടത്. ജസ്റ്റ് ആ ചിക്കൻ്റെ മുകളിൽ നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. എങ്ങനെ നിങ്ങൾ കുക്കർ തുറന്ന് നോക്കിയിട്ട് വെള്ളം കൂടുതൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നോക്കിക്കേ, ഇപ്പോൾ കറി ഞാനിവിടെ ജനലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കറിയുടെ ശരിക്കുള്ള വെട്ടത്തിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കറിയുടെ ഗ്രേവി നോക്കിക്കേ, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് കഴിച്ചു നോട്ടെ. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കറിക്ക് ആയിരുന്നാലും നല്ല ടേസ്റ്റാണ്, ഗ്രേവി ആയിരുന്നാലും നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ സമയമൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കറിയാണ്. കാരണം കുക്കറിൽ വെച്ച് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാനോ നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കുക്കറിൽ വെച്ചിട്ട് തീ വെക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കിട്ടും. പക്ഷെ നമ്മുടെ ആ കറിയുടെ ഗ്രേവിയുടെ ആ തിക്നെസ് ഒന്നും ശരിക്കും കിട്ടില്ല. ചിക്കൻ മേക്ക് ആയിരുന്നാലും ആ മസാലയൊന്നും ശരിക്കും പിടിക്കില്ല. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. കറിയിലേക്ക് നിങ്ങൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ചേർക്കട്ടെ.